الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم قال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനമാണ്. അപ്പോ മുശ്രിക്കുകളുടെ കുഫാറുകളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. അവര് മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഒരു നബി അവരിലേക്ക് വരിക എന്ന കാര്യത്തിൽ വളരെയധികം അത്ഭുതം പ്രകടിപ്പിച്ചു. ആ അത്ഭുതം പ്രകടിപ്പിച്ച കാര്യം അതിനെ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതുപോലെ അവസാനത്തെ പാരഗ്രാഫിൽ അവരാ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ അവരുടെ അവസ്ഥ എങ്ങനെയാണ്, അവരാ പറയുന്നത് സത്യസന്ധമല്ല കാപട്യത്തോടു കൂടി വെറുതെ അത്ഭുതം പ്രകടിപ്പിക്കുന്നതാണെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്, അതാണ് അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. ഞാനത് ആവർത്തിക്കുന്നില്ല. അതിനുശേഷം അതിനെ തുടർന്നുകൊണ്ട് അവർ പറയുന്ന കാര്യം, ഇപ്പോ നുബൂവത്ത് മനുഷ്യന്മാരിൽപ്പെട്ട ആളുകൾക്ക്, ബശറിൽപ്പെട്ട ആളുകൾക്ക് നുബൂവത്ത് ഉണ്ടാവുക എന്ന കാര്യത്തെയാണ് അവര് അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്, അത് വളരെ വിചിത്രമാണ്, അത് വളരെ അത്ഭുതമാണ് എന്നെല്ലാം പറഞ്ഞ് കളവാക്കിയത്. ആ നുബൂവത്തിനെ കളവാക്കുന്ന അതേപോലെ അവർ കളവാക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ്. ഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജ്ഉൻ ബഈദ്. ثم ذكر وجه تعجبهم. അവിടെ നമ്മള് ഇങ്ങനത്തെ തഫ്സീറുകൾ വായിക്കുമ്പോൾ ഒരു തഫ്സീർ മാത്രമല്ല മറ്റ് തഫ്സീറുകളും കൂടി നോക്കണം. ഇതിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, മറ്റ് തഫ്സീറുകളിൽ പറയുന്ന രീതി ഏത് മുഫസ്സിർ, തൊബരി ആണെങ്കിലും ഖുർത്തുബി ആണെങ്കിലും ഇബ്നു കസീർ ആണെങ്കിലും ബഗവി ആണെങ്കിലും സഅദി ആണെങ്കിലും ഇനി അതല്ലാത്ത മറ്റു മുഫസ്സിരിങ്ങളൊക്കെ പറയുന്നതാണെങ്കിലും ഈ പറയുന്ന മുഫസ്സിറുകളൊക്കെ എന്ന് പറഞ്ഞാൽ തഫ്സീർ പറയാൻ അവകാശപ്പെട്ടിട്ടുള്ള മുഫസ്സിറുകളുടെ ഖൗലുകൾ ഉദ്ധരിക്കുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുള്ള ഗ്രന്ഥകാരന്മാർ മാത്രമാണ്. അവര് സ്വഹാബത്തിൽപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ടിട്ടുള്ള മുഫസ്സിരീങ്ങൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനമാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അത് വായിക്കണം, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനം.
രണ്ട് ഈ ആയത്തുകളെ അവർ പരസ്പരം ബന്ധിപ്പിക്കുന്ന അവര് നൽകുന്ന ഒരു വിശദീകരണത്തിന് അതിന്റെ ഒരു പ്രാധാന്യമുണ്ട്. ഇവിടെ സുമ്മ ദക്കറ വജ്ഹ തഅജ്ജുബിഹി, പിന്നീട് സുമ്മ എന്നുള്ളത് ശരിക്കും അത്ഫിനുള്ള അദാത്താണ്, അദാത്തു അത്ഫിൻ. വാവ്, ഫാ, സുമ്മ ഇതൊക്കെ അത്ഫിന് ഉപയോഗിക്കുന്ന അദാത്തുകളാണ്. മഅനയിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. വാവ് എന്ന് പറഞ്ഞാൽ മുജറദു അത്ഫ്, അതിനുശേഷം പറയുന്നതിന് അതിന്റെ മുമ്പ് പറഞ്ഞ കാര്യവുമായിട്ട് ലിങ്ക് ചെയ്യുന്നു എന്ന് മാത്രം, വേറെ അർത്ഥമൊന്നും അതിനില്ല. ഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെർത്തീബ് കൂടി, അതിൽ തെർത്തീബിന്റെ മഅന കൂടി വരും. ആദ്യം അത്, പിന്നെ ഇതും, പിന്നെ ഇതും എന്ന് പറയുമ്പോൾ ഒരു തെർത്തീബിന്റെ പ്രശ്നം അവിടെ വരുന്നുണ്ട്. സുമ്മ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിരിക്കും അർത്ഥം. അത്ഫിന്റെ മഅന ഉണ്ട്, അതിന്റെ പുറമെ കാലത്തിലൊരു ചെറിയ താമസം അതും കൂടെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇങ്ങനെ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. നമ്മൾ ആമായി പറഞ്ഞു കഴിയുകയാണെങ്കിൽ, പൊതുവായി പറയുകയാണെങ്കിൽ എല്ലാം അത്ഫിന്റെ അദാത്തുകൾ മാത്രമാണ്. അപ്പൊ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ദക്കറ വജ്ഹ തഅജ്ജുബിഹി, അവര് ആ കാര്യത്തിൽ അവർ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അവര് അത്ഭുതപ്പെട്ട അവരുടെ തഅജ്ജുബ്, അത്ഭുതത്തിന്റെ മാർഗം, അത്ഭുതത്തിന്റെ രീതി, അതാണ് പിന്നെ അള്ളാഹു പറഞ്ഞത്. വജ്ഹ് നമുക്കറിയാവുന്ന ഒരർത്ഥം മുഖം എന്നാണ്. വജ്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ മാർഗം എന്നുകൂടി അതിനൊരു ഉദ്ദേശമുണ്ട്. ദഹബ ഫീ വജ്ഹിഹി, അവൻ അവന്റെ വഴിയെ പോയി, മാർഗം, വഴി എന്നരുന്നുണ്ട്. അതുപോലെ തന്നെ വുജൂഹു, അതിന് ഇന്ന വുജൂഹുകളുണ്ട്. ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് ഇന്ന വജ്ഹുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഈ വഴിയെ വ്യാഖ്യാനിക്കാം, അതിന് ഈ വഴിയെ വ്യാഖ്യാനിക്കാം. അതൊക്കെ തുറുക്കാണ്, അതൊക്കെ തുറുക്കുകളാണ്, വഴികളാണ്. അപ്പൊ വഴി തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവരുടെ തഅജ്ജുബിന്റെ വഴി, ഇവർ അത്ഭുതം പ്രകടിപ്പിക്കാനുണ്ടായ മാർഗം, അത്ഭുതം പ്രകടിപ്പിക്കുന്ന വഴികൾ ഏതൊക്കെയാണ്? അതിൽ ആദ്യത്തെ വഴിയാണ് അൽ വജ്ഹുൽ അവ്വൽ, അന്നല്ലാഹ അർസല ഇലൈഹിം നബിയ്യം മിൻഹും. അത് മിൻഹും മിനൽ ബശർ എന്നുള്ള കാര്യത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. അതിലാണ് അവർ ഇസ്തിഗ്റാബ് നടത്തിയത്. ഹാദാ വജ്ഹ്. പിന്നെ തുടർന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു വജ്ഹാണ് ഇനി പറയുന്നത്. അത് ആ രൂപത്തിൽ തന്നെ ക്ലിയർ ആയിട്ട് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഇബ്നു കസീറിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ ആ വജ്ഹ്, പിന്നെ രണ്ടാമത്തെ വജ്ഹാണ് ഇത് എന്നുള്ളത് ക്ലിയർ ആയി പറയുന്നില്ല സഅദി, മറിച്ച് ഇതൊരു വജ്ഹാണ് എന്ന് പറഞ്ഞു പോവുകയാണ്. സുമ്മ ദക്കറ വജ്ഹ തഅജ്ജുബിഹിം, കാഫിരീങ്ങളുടെ അവരിതിൽ അത്ഭുതം പ്രകടിപ്പിച്ചല്ലോ. അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുള്ള ഏതെല്ലാം വജ്ഹിലാണ് അത്ഭുതം എന്നുള്ള വജ്ഹ് ഇങ്ങനെ പറയാണ്. ആ വജ്ഹ് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജ്ഉൻ ബഈദ്. ഇസ്തിഗ്റാബിന്റെ തഅജ്ജുബിന്റെ വജ്ഹ്, അടുത്ത വജ്ഹ് ഒന്ന്, യുർസിലു ഇലൈഹിം, അള്ളാഹ് അവരിലേക്ക് അയക്കുന്നു, നബിയ്യം മിൻഹും മിനൽ ബശർ, ബശറിൽപ്പെട്ട ഞാൻ നബിയെ അയക്കുന്നു എന്നുള്ളതാണ് ഇസ്തിഗ്റാബിന്റെ വജ്ഹ് ഒന്നാമത്തേത്. രണ്ടാമത്തെ വജ്ഹ് എന്ന് പറയുന്നത് അത് അഇദാ മിത്നാ വകുന്നാ തുറാബൻ, ഞങ്ങൾ മരണപ്പെടുകയും, വകുന്നാ തുറാബൻ ഞങ്ങൾ മണ്ണായി തീരുകയും ചെയ്താൽ, പിന്നെ നുബ്അസ് ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുമോ? അത് മഫ്ഹൂമാണ്, പറയേണ്ടതില്ലാത്ത വിധം വ്യക്തമാകുമ്പോൾ എന്ത് ചെയ്യും? അതിനെ ഹദഫ് ചെയ്യും. അറബി ഭാഷക്ക് 3 രൂപത്തിലെ കാര്യങ്ങൾ പറയാം. ഒന്ന് അൽ ഇത്നാബ്, മറ്റൊന്ന് അൽ മുസാവാത്ത്, മറ്റൊന്ന് അൽ ഈജാസ്. ഇത്നാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന ആശയവും പറയുന്ന വാക്കുകളും നോക്കുകയാണെങ്കിൽ വാക്ക് കൂടുതലായിരിക്കും. ആശയത്തിൽ കൂടുതൽ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും, നീട്ടിപ്പരത്തി പറയും. നമ്മളൊക്കെ ഏറെക്കുറെ അങ്ങനത്തെ ഇത്നാബിന്റെ ശൈലി നമുക്കൊക്കെ ഉണ്ടാവുക. ചുരുക്കി പറയാനേ അറിയില്ല. പ്രത്യേകിച്ച് സ്കൂളിൽ ജോലിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നീട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. മുസാവാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കും മഅനയും, അൽഫാദ് വൽ മആനി സവാഅൻ ബിസ്സവാ, സമായിരിക്കും. ഈജാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകൾ കുറയും, ആശയങ്ങൾ കൂടും.
അപ്പൊ അത് ചുരുക്കി പറയുന്ന രീതിയാണ്. ഈജാസ് അതാണ് യഥാർത്ഥത്തിൽ അബ്ലഗ്, ഏറ്റവും സാഹിത്യ സ്വഭാവമുള്ളത്, ഏറ്റവും സ്ഫുടമായിട്ട് പരിഗണിക്കുക ഈജാസിനാണ്. പക്ഷെ ഈജാസ് കൊണ്ട് മഴന മനസ്സിലാകാൻ ബുദ്ധിമുട്ട്, തഴക്കീതും ഹലലും ഉണ്ടാവരുത്. അത് ഷർത്താണ്. അങ്ങനെയാണെങ്കിൽ ഈജാസാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം മനസ്സിലാവില്ലെങ്കിൽ അതിനാരും വലിയതായിട്ട് സ്വീകരിക്കൂല. കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാകും, പക്ഷെ വാക്ക് പരമാവധി കുറച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അബ്ലഗ്, ഏറ്റവും വലിയതായിട്ടുള്ള ഖൗല്. അപ്പൊ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 തരത്തിലുള്ള തഅബീറുകൾ ഖുർആനിലുണ്ട്. അലാ വജ്ഹിൽ ഇത്നാബ് വൽ മുസാവാത്ത് വൽ ഈജാസ്, 3 ഉണ്ട്. ഇവിടെ ഈജാസിന്റെ ഒരു മഖാമാണ്. ഇവിടെ നുബഅസ് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവർക്കും ആ ആയത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും അത് ശരിക്കും മനസ്സിലാവും. ഇദാ മിത്ന, ഇദാ എന്നുള്ളത് ആദ്യം ആ എന്ന് പറഞ്ഞത് ഇസ്തിഫ്ഹാമിന് കൊണ്ടുവന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇദാ എന്നുള്ളത് കണ്ടീഷണൽ ക്ലോസ്, ഒരു കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് അങ്ങനെയാണെങ്കിൽ, എങ്കിൽ. ഇതാ മിത്തിന മാത്തയെ മൂത്തു, മിത്തിന ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, വക്കുന്ന ഞങ്ങളായി തീരം ചെയ്തു. കാനന്റെ ജംഉ മുതകല്ലിമാണ് കുന്ന. കാന കാന കാനു കാനത്ത് കാനത്ത കുന്ന കുന്ത കുന്തുമ കുന്തും കുന്തി കുന്തുമ കുന്തുന്ന കുന്തു ഞാനായി തീർന്നു. കുന്ന ഞങ്ങളായി തീർന്നു, ഞങ്ങളായി തീർന്നു. വക്കുന്ന തുറാബൻ മണ്ണായി തീർന്നു. കാന അതൊരു എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഡിഫൈ ചെയ്യുന്ന ഒരു ജുംല ഇസ്മിയെ മോഡിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വർബാണ്. അത് സാധാരണ ഫിഅലാണ്, പക്ഷെ ഫിഅല് നാഖിസ് എന്നാണ് പറയാം. താമായ ക്രിയല്ല, പൂർണ്ണാർത്ഥം അതിനുണ്ടാവില്ല. കാനക്കനെ 2 ഹാലത്തുകളുണ്ട്, താമായ കാനുണ്ട്, നാഖിസായ താനുണ്ട്. ഇത് നാഖിസാണ്, ഇത് താമല്ല. അപ്പൊ ഒരു ജുംല ഇസ്മിയയിൽ അത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മുബ്തദയിനെ ഈ കാനന്റെ ഇസ്മാക്കി തീർക്കും, ഖബറിനെ കാനന്റെ ഖബറാക്കി തീർക്കും. ഇവിടെ കുന്ന എന്ന് പറയുമ്പോൾ അതിലുള്ള ലമീർ, നഹ്നു എന്ന് പറയുന്ന മുത്തക്കല്ലിമിന്റെ ലമീർ, അത് കാനന്റെ ഇസ്മാണ്. പിന്നെ ആ വാചകത്തിൽ ഖബറായി വന്നിരുന്ന പിന്നെ തുറാബൻ മണ്ണ്, ഞങ്ങൾ മണ്ണായി തീർന്നു. നഹ്നു തുറാബുൻ ഞങ്ങൾ മണ്ണാണ്. കുന്ന തുറാബൻ ഞങ്ങൾ മണ്ണായി തീർന്നു. ഇവിടെ കാനക്ക് സ്വാറന്റെ മാനയാണ്. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറിത്തീർന്നു. കുന്ന തുറാബൻ ഞങ്ങൾ മണ്ണായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരും, ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നാണോ ഈ നബി പറയുന്നത്? നബി എന്ന് പറഞ്ഞിട്ട് വന്ന ആള്, ആ വന്ന നബി ഞങ്ങളെപ്പോലെ 2 കാലിൽ നടക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, വിവാഹം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അയാൾക്ക് രോഗമുണ്ടാകുന്നു, അയാൾക്ക് സിഹർ ബാധിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് പറഞ്ഞ എല്ലാം അയാൾക്കുണ്ട്. ഇതെന്ത് നബി? ഇതാണ് ആദ്യത്തെ വജ്ഹുൽ ഇസ്തിഗ്റാബ് വ തഅജ്ജുബ്. അൽ വജ്ഹു സാനി, എന്നിട്ട് ആ നബി വന്നിട്ട് പറയുന്ന കാര്യമാണെങ്കിൽ ഇദാ മിത്നാ വ കുന്നാ തുറാബൻ നുബഅസ്, ഞങ്ങൾ മരിച്ചു മണ്ണായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു. എന്ത് വിഡിത്തായി പറയുന്നത്? അത് വളരെ വിചിത്രമായിട്ട്, ബഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ സാധ്യതല്ലാത്തത്. അപ്പൊ അതിന്റെ ഇംകാനിൽ നിന്ന് ഇസ്തിഹാലത്തിലേക്ക് അവർ കൊണ്ടുപോയി. ബഈദ് എന്നുള്ളതിനെ ബഈദ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അവരതിനെ കണക്കാക്കിയത് മിനൽ ഇംകാൻ ഇലൽ ഇസ്തിഹാല, മുംകിനല്ല, സാധ്യമല്ല, പോസിബിൾ അല്ല, ഇസ്തിഹാലത്ത് ഇമ്പോസിബിൾ ആണ്, അതിലേക്ക് അവർ എത്തിച്ചു. ബഈദ്. അങ്ങനെ ജീവിതത്തിലേക്ക് രണ്ടാമതൊരു മടക്കം ഉണ്ടാവുക എന്നുള്ളത് അത് വളരെ റജ്ഉൻ ബഈദ്. ആ മടക്കം ബഈദ്, അത് ലൈസ ബിമുംകിൻ ബൽ മുസ്തഹീൽ. ഇതാണ് ഫഖാസു. അത് പറഞ്ഞിട്ട് അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ഫഖാസു അവര് തുലനം ചെയ്തു, ഖിയാസാക്കി. ഖുദ്റത്തമൻ ഒരുത്തന്റെ കഴിവിനെ അവർ ഖിയാസാക്കി. ഈ മൻ കൊണ്ടുദ്ദേശിക്കുന്നത് അള്ളാനെയാണ് കേട്ടോ. അള്ളാഹുവിന്റെ കഴിവിനെ അവർ ഖിയാസാക്കി.
ഒരുത്തന്റെ കഴിവിനെ അവർ ഖിയാസാക്കി. ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഹുവ അവൻ, ആ മൻ അവൻ, അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഖദീറുൻ അലാ കുല്ലി ഷൈ, എല്ലാ കാര്യത്തിനും കെൽപ്പുറ്റവനാണ്, കഴിവുള്ളവനാണ്. അള്ളാഹ്ക്ക് കഴിയാത്തൊരു സംഗതിയില്ല. അങ്ങനെ എല്ലാറ്റിനും കഴിവുറ്റവനായ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ, കഴിവിനെ അവര് തുലനം ചെയ്തു. അള്ളാഹ് പറഞ്ഞാൽ അൽ കാമിലു മിൻ കുല്ലി വജ്ഹിൻ, അവിടെ അൽ കാമിലിക്ക് വജ്ഹുണ്ട്, അൽ കാമിലു എന്ന് റഫ്ഇന് വജ്ഹുണ്ട്. നഅ്വില് 2 വജ്ഹ് വരും. നമ്മൾ എങ്ങനെ വായിക്കണം? എങ്ങനെ വായിച്ചാലും മാനയിൽ വ്യത്യാസമല്ല. പക്ഷെ ഒന്നുകിൽ നിങ്ങൾക്ക് അതിന് ജർറ് കൊടുത്ത് വായിക്കാം. ഖുദ്റത്ത മൻ, ആ മന്നിന്റെ അതിൻ്റെയൊക്കെയുള്ള ഒരു അത്ഫ് ബയാനാക്കിയിട്ട് നിങ്ങൾക്ക് അൽ കാമിലി, അവിടെ ഖുദ്റത്ത മൻ എന്നുള്ളത് മുളാഫിൻ ഇലൈഹിന്റെ സ്ഥാനത്ത് മന്ന് ഫി മഹല്ലി ജർ, അതുകൊണ്ട് തന്നെ അൽ കാമിലി അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ആ മന്ന് വിട്ടേക്കൂ, ഹുവ, ആ ഹുവമ്മക്ക് അതിലേക്ക് തന്നെ അതിന്റെ ബദലായിട്ട് അത്ഫ് ബയാനായിട്ട് കൂട്ടിക്കോളി. അങ്ങനെയാണെങ്കിൽ ഹുവ എന്നുള്ളത് അതവിടെ റഫിന്റെ സ്ഥാനത്താണ്. അപ്പൊ ആ റഫ് കൊടുത്ത് വായിക്കാം. അങ്ങനെ 2 വജ്ഹുണ്ട്. അൽ കാമിലു, കാമിലായിട്ടുള്ളവൻ, മിൻ കുല്ലി വജ്ഹ്, എല്ലാ വഴിക്കും, ദാത്തിയൻ, അള്ളാഹു കാമിലാണ്. അത് അള്ളാഹ് അവന്റെ ദാത്ത് കൊണ്ട് അവൻ കാമിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സത്താപരമായി പൂർണ്ണനാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ സിഫത്തിലും അവൻ പൂർണ്ണനാണ്. അവന്റെ അഫ്ആലുകൾ, അപദാനങ്ങൾ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ മഹത്തായ കൃത്യങ്ങൾ, പ്രവർത്തനങ്ങൾ, അത് നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കമാലിന്റെ മുദ്ര അതിലുണ്ട്. മിൻ കുല്ലി വജ്ഹ്, ഏതൊരു വജ്ഹിലൂടെ, ഏതൊരു മാർഗത്തിലൂടെ, ഏതൊരു വഴിയിലൂടെ നിങ്ങൾ വിശകലനം ചെയ്താലും പരിശോധിച്ചാലും ഒരു ന്യൂനതയില്ലാത്ത, ഒരു കുറവില്ലാത്ത പരിപൂർണത എന്ന് പറയുന്ന ആ കമാലുള്ള അള്ളാഹു, അവന്റെ ഖുദ്റത്തിനെ അവർ ഖിയാസാക്കി ബിഖുദ്റത്തിൽ അബ്ദിൽ ഫഖീരിൽ ആജിസ് മിൻ ജമീഇൽ വുജൂഹ്. ആരുടെ കഴിവിനോട്? ബിഖുദ്റത്തി, ഖാസു ഖുദ്റത മൻ ബിഖുദ്റത്തി. അർത്ഥം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ബാക്കിയുള്ളതൊക്കെ ഖാസു, അത് ക്രിയയാണ്. സാധാരണഗതിയിൽ ഖാസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഖിയാസാക്കിയ എന്തിനെ അത് മഫ്ഊൽ ബിഹി ആയിട്ട് വരും. ഖുദ്റത്ത അത് മഫ്ഊൽ ബിഹി മൻസൂബ്. പിന്നെ എന്ത് ചെയ്യും? ഖാസക്ക് ശേഷം തഅദിയത്തിന്റെ ഹർഫ് വെക്കുന്നത് അൽ ബാഉ, ഹർഫു ജർ ബാ ആണ് വരിക. അത് ഏതിനോട്? അതിന്റെ മുന്നിലാണ് ആ ബാ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഖാസ ഫുലാനൻ ബി ഫുലാനൻ, ഇവനോട് താരതമ്യം ചെയ്തു, തുലനം ചെയ്തു. ഇപ്പോ ഹനുവിനെ തുലനം ചെയ്യുന്നു ആരോട്? പിന്നെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള നസൂഹിനോട്. അപ്പോ ഫഖിസ്തു അൽ അഖ് ഹനൂൻ ബി ആരോട്? അതിന്റെ മുന്നിലാണ് ബാഗ് വെച്ചു കൊടുത്തേണ്ടത്. ബി അഖീഹി അൽ കബീർ നസൂഹ്. അങ്ങനെയാണ്. അപ്പൊ ഖാസു ഖുദ്റത്തമൻ, അള്ളാഹുവിന്റെ കഴിവിനെ, ഒരുത്തന്റെ കഴിവിനെ അവർ തുലനം ചെയ്തു, താരതമ്യം ചെയ്തു. ആ ഒരുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനും കഴിവുള്ള, ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അൽ കാമിലു മിൻ കുല്ലി വജ്ഹ് ആയിട്ടുള്ള അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ അവർ ഖിയാസാക്കിയത് ബിഖുദ്റത്തിൽ അബ്ദിൽ ഫഖീരിൽ ആജിസ്, ബിഖുദ്റത്തിൽ അബ്ദ്, അടിമയുടെ, അടിയാനായ, സൃഷ്ടിയായ ഒരുത്തന്റെ കഴിവിനോടാണ്. മറ്റേത് അബ്ദല്ല. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഖാലിഖാണ്, ഇത് അബ്ദാണ്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഖനിയാണ്. ഇവര് ഖിയാസാക്കിയത് ആരോടാണ്? അൽ ഖനിയിനോടല്ല, മറിച്ച് ആരോടാണ്? അൽ ഫഖീർ. എല്ലാറ്റിനും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണല്ലോ സൃഷ്ടികൾ, മനുഷ്യര്. അവരോടാണ് തുലനം ചെയ്തത്, അല്ലെങ്കിൽ സൃഷ്ടികളോടാണ് തുലനം ചെയ്തത്. സൃഷ്ടികൾ സദാ ഫുഖറാക്കളാണ്, ആശ്രയിക്കേണ്ടി വരുന്നവരാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹുൽ ഖനിയ്യുൽ ഹമീദ്. അള്ളാഹാണ് ഖനി. നിങ്ങൾ എല്ലാ കാര്യത്തിനും എപ്പോഴും ഏതൊരു വിഷയത്തിനും അള്ളാഹിനെ ആശ്രയിക്കണം. അള്ളാഹിനോടുള്ള ആ ആശ്രിതത്വം അത് നമുക്ക് കിട്ടുന്നു എന്നതാണ് നമ്മളിവിടെ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവ്. അള്ളാഹുവിനോടുള്ള ആശ്രിതത്വത്തിന്റെ ആ ചരടി എപ്പാർന്നോ അപ്പൊ നമ്മളെ കാര്യം തീർന്നു. ആ നബിക്കവ ഇലേക്ക് ഞാനിവിടെ ഉണ്ടോ, എന്റെ ഉണ്മ, ഞാനിവിടെ ഉണ്ടാവുക എന്നുള്ള അവസ്ഥ, അത് അള്ളാഹിനെ കൊണ്ടുള്ളൂ. അള്ളാഹ് വേണ്ട എന്നാണ് വിചാരിച്ച ആ നിമിഷം ഞാൻ ഇല്ലാതായി. ആ ആശ്രിതത്വത്തിന്റെ നൂല് ചരട് പൊട്ടിയാൽ ഞാൻ പിന്നെ
ഇല്ലായ്മയിലേക്ക് പോയി, ശൂന്യതയിലേക്ക് പോയി. ആകാശങ്ങളും അതുപോലെയുള്ള ഉപരിലോകങ്ങളും നിലനിൽക്കുന്നത് അല്ലാഹു യുംസിക്കുസ് സമാവാത്ത്, ആകാശങ്ങളെ അള്ളാഹ് അങ്ങനെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് അന്തസൂല, അത് നീങ്ങിപ്പോകാതിരിക്കാൻ. അത് അള്ളാഹ് അവക്ക് അള്ളാഹുവിനുള്ള ആ ആശ്രിതത്വം, അള്ളാഹ് അവർക്ക് നൽകുന്ന ആ ആശ്രയത്തിന്റെ ചരടങ്ങ് പൊട്ടിച്ചാൽ കഴിഞ്ഞു. അതാണ് സ്വമദിന്റെ അർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹു അഹദ്. അള്ളാഹ് അഹദ എന്ന് പറഞ്ഞാൽ ആ അഹദീയത്ത് വരുന്നത് ഈ സ്വമദീയത്തിലൂടെയാണ്. എല്ലാം അവനെ സദാ ആശ്രയിക്കുന്നു, അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. അപ്പോ ആശ്രയിക്കുന്നവനായ, സദാ ആശ്രയിക്കുന്ന ഒരു സൃഷ്ടിയോട് അൽ ആജിസ്, അവൻ പറഞ്ഞാൽ അജിസ്, നമ്മുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്താന്ന് ചോദിച്ചാൽ അജിസാണ്, കഴിവുകേടാണ്. നമുക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കഴിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയോ ആകാനുള്ള ഒരു ആഗ്രഹങ്ങളുണ്ടല്ലോ, ഭൂമിയിലേ ഉണ്ടാവില്ല, നമ്മൾ വേറെ എവിടെ പറഞ്ഞായിരിക്കും നടക്കുക. നമ്മൾ ഈ ഒരു കാലത്തെ ആയിക്കോളുന്നില്ല, വേറെ ഏതെങ്കിലും കാലത്താണ് ഉണ്ടാവുക. നമ്മൾ ഈ ഒരു സ്ഥലത്തേ ആവില്ല, വേറെ ഏതെങ്കിലും സ്ഥലത്താണ് ഉണ്ടാവുക. നമ്മൾ ഈ കാണുന്ന രൂപത്തിലൊന്നും ആവില്ല, വേറെ എന്തെങ്കിലും ആണ് ഉണ്ടാവുക. മറിച്ച് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എത്ര ആജിസാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബലനായി പിറന്നു വീഴുന്നവനാണ് മനുഷ്യൻ. അവനോളം ദുർബലനായി പിറന്നു വീഴുന്ന ഒന്നുമില്ല. വേറെ ഈ കണ്ടുവരുന്ന നമ്മളല്ലാത്ത മറ്റ് തിര്യക്കുകൾ, മറ്റ് ജീവികൾ, ആ ജന്തുജാതികൾ, അവ ഏതുമാകട്ടെ, അവക്ക് കുറച്ചും കൂടി കഴിവ് അല്ല കൊടുത്തിട്ടുണ്ടാവും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നിനും കഴിവില്ലാത്തവനായിട്ടാണ് അവൻ ജനിച്ചു വീഴുന്നത്. പിന്നെ അവൻ ഓരോ കഴിവുകൾ അല്ല കൊടുക്കുന്നതിനനുസരിച്ച് അവനിങ്ങനെ വളർന്ന് കഴിവുകൾ ഓരോന്ന് അവനിങ്ങനെ ആർജിച്ചെടുത്ത് അങ്ങനെയാണ് കാര്യങ്ങൾ പോണത്. അപ്പൊ ആജിസാണ് മനുഷ്യൻ. മിൻ ജമീഇൽ വുജൂഹ്, എല്ലാ തലങ്ങളിലും, എല്ലാ മുഖങ്ങളിലും, എല്ലാ മാർഗത്തിലും, എല്ലാ വഴികളിലും അവന്റെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ആജിസാണ്, അവൻ ഫഖീറാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു സൃഷ്ടിയോട്, ആ സൃഷ്ടിയുടെ കഴിവിനോടാണ് കാമിലായ, എല്ലാറ്റിനും കഴിവുള്ളവനായ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ അവർ താരതമ്യം ചെയ്തത്. ഇതാണ് അവർക്ക് ഈ വിഷയത്തിൽ പറ്റിയത്. മരിച്ചാ പിന്നെ രണ്ടാമത് നമ്മൾ തിരിച്ചു വരുമോ? അത് റജുഉൻ ബഈദ്, അത് ലൈസ ബിമുംകിൻ, അത് ബഈദ്, അത് മുസ്തഹീൽ ആണ് എന്നവർ പറയാൻ കാരണം അള്ളാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. മറിച്ച് അവരെന്താ ചെയ്തത്? ഖാസു ഖുദ്റതഹു ബിഖുദ്റത്തിൽ മഖ്ലൂഖീൻ അൽ ഫുഖറാ അൽ ആജിസീൻ. ഫുഖറാക്കളായ ആജിസീങ്ങളായ സൃഷ്ടികളുടെ കഴിവിനോട് അവർ താരതമ്യം ചെയ്തു. സൃഷ്ടികൾക്ക് സാധ്യമല്ല അങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചു കൊണ്ടുവന്നാൽ മതിയല്ലോ. ആദ്യം കൊണ്ടുവന്ന ഒരുത്തിന് തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമുണ്ടോ? ഇതാണ് ഖുർആനിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യം. ഈ വിഷയം എവിടെ വന്നോ വരുന്നിടത്ത് അള്ളാഹു അവനാണ് യബ്ദഉൽ ഖൽഖ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ സൃഷ്ടിപ്പ് നിങ്ങൾക്ക് തന്നത് അവനാണ്. സൃഷ്ടിപ്പിന്റെ തുടക്കം കുറിച്ചത്, ആരംഭം കുറിച്ചത് അവനാണ്. വഹുവ യുഈദുഹു, സൃഷ്ടിപ്പിന്റെ ആരംഭം കുറിച്ച അള്ളാഹുവിന് അവൻ അതിനെ മടക്കും, അതിനെ ആവർത്തിക്കും. വഹുവ ഹുവനു അലൈഹി, അത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്പിന്റെ ആരംഭത്തിന്റെ അത്ര പോലും പ്രശ്നമില്ലല്ലോ, അതിനേക്കാളും എളുപ്പമല്ലേ. നിങ്ങൾക്ക് ആലോചിക്കുമ്പോഴാണ് അത് അത് മുംകിനല്ല, അത് മുസ്തഹീലാണ്, അത് അസംഭവ്യമാണ് എന്നൊക്കെ തോന്നുന്നത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് അഹ്വനു അലൈഹി, ആദ്യത്തെ തവണ നിങ്ങളെ സൃഷ്ടിച്ചതിനേക്കാളും എളുപ്പമുള്ള കാര്യമല്ലേ. അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചത് ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ്. ആദമിനെ സൃഷ്ടിക്കുമ്പോ മുമ്പ് അങ്ങനൊന്നും ഇല്ലല്ലോ. അള്ളാഹ് ഫാത്തിറാണ്, അള്ളാഹ് ബദീഅാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാതൃകയില്ലാതെ സൃഷ്ടിച്ചു. അതൊക്കെ അതിന്റെ ശേഷം ഈ സൃഷ്ടിച്ച മനുഷ്യനെ പിന്നൊന്ന് മരിപ്പിച്ചിട്ട് രണ്ടാമത് തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളത് അത് അഹ്വനു അലൈഹി. അപ്പൊ അത് അവരാലോചിക്കൂല. അപ്പൊ അതാണ് അതിന്റെ അവരുടെ കാര്യം. അപ്പൊ പറയുന്നത് വഖാസു, അവര് ഖിയാസാക്കി, അവര് തുലനം ചെയ്തു. അൽ ജാഹിൽ, ഒരു ജാഹിലിനെ, സൃഷ്ടികളിൽപ്പെട്ട ഒരുത്തനെ, ജാഹിലായ ഒരുത്തനെ അവർ ഖിയാസാക്കി.
അല്ലദീ ലാ ഇൽമ ലഹു. ജാഹിൽ എന്ന് പറഞ്ഞാൽ ലാ ഇൽമ ലഹു, അവന് ഇൽമില്ല, അറിവില്ല. അറിവില്ലാത്തൊരു ജാഹിലായ ഒരുത്തനെ അവര് ഖിയാസാക്കിയത് ബിമൻ ഹുവ ബികുല്ലി ഷൈഇൻ അലീം. ആരോട്? അള്ളാഹിനോട്. ബിമൻ ഒരുത്തനോട്. ഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാണ്. ഹുവ അലീമും ബികുല്ലി ഷൈ. ഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹു, അവനോടാണ് അവർ മനുഷ്യന്മാരെ താരതമ്യം ചെയ്യുന്നത്. മനുഷ്യന്മാർക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റൂല. ഇത് അള്ളാഹിന്റെ ഹക്കിൽ വീഴ്ച വരുത്തുന്ന ആളുകളുടെ മൊത്തം അടിസ്ഥാന സ്വഭാവം ഇതാണ്. അവർ അള്ളാഹിന്റെ സൃഷ്ടികളോടും സൃഷ്ടികൾ അള്ളാഹിനോടും തിരിച്ചും മറിച്ചും ഖിയാസാക്കലാണ് ഇവരുടെ പരിപാടി. അള്ളാഹിനെ വേറൊന്നിനോട് ഖിയാസാക്കാൻ പാടില്ല. വലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിന് നിങ്ങൾ വേറെ ഒരു ഉപമ കൊണ്ടുവരരുത്, വേറൊരു താരതമ്യം നിങ്ങൾ പിന്നെ പറയരുത്. കാരണം അള്ളാഹ് വേറെ ഒരാളോടും ഒരു സൃഷ്ടിയോടും സാമ്യമുള്ളവനല്ല. സാമ്യം, സാധർമ്മ്യം, സാദൃശ്യം എന്ന് പറയുന്നത് അള്ളാഹ്ക്കില്ല. അള്ളാഹ് യുനീക്കാണ്, അവൻ അതുല്യനാണ്, അവൻ അദ്വിതീയനാണ്, അവൻ ഏകനാണ്. അവന്റെ കാര്യം അവന് മാത്രമേ ശരിയാകുള്ളൂ. അവന്റെ കാര്യം വേറൊരാളിലേക്കും എത്തൂല. വേറുള്ളവരുടെ കാര്യം ഒന്നും അവന് യോജിക്കൂല. വേറുള്ളവരുടെ കാര്യം തന്നെ സൃഷ്ടികളുടെ കാര്യമാണ്. അത് പോക്കാണ്, അത് കമാലില്ലാത്ത, അത് അജിസിന്റെയും നഖസിന്റെയും അയ്ബിന്റെയും ഘടകങ്ങൾ ചേർന്നതാണ്. അള്ളാഹിൻ്റെത് ഒരു അജിസുമില്ല, ഒരു നഖസുമില്ല, ഒരു അയ്ബുമില്ല. അതിനുള്ളത് കമാല് മാത്രമാണ്, പൂർണ്ണതയാണ്. അതിനുള്ളത് പൂർണ്ണതയാണ്. അപ്പൊ അവര് ഒന്നും അറിയാത്ത, ഒരു എൽമുമില്ലാത്ത ജാഹിലിനെ ഖിയാസാക്കി ബിമൻ ഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവിനോട്. അല്ലദീ യഅലം, ആ അള്ളാഹു. ഒരധിക വിവരണം കൊടുക്കേണ്ടി വന്നപ്പോ അവിടെ ഇസ്മുൽ മൗസൂൽ കൊണ്ടുവന്നു. അല്ലദീ, അവൻ എന്ന് പറഞ്ഞാൽ യാതൊരുവനാണ്. യഅലമു മാ തൻഖുസുൽ അർളു മിൻ അജ്സാദിഹിം, അവൻ അറിയുന്നു, അവര് സൂക്ഷ്മമായി അറിയുന്നു. അറിയ എന്ന് പറയുമ്പോ നമ്മളെ അറിവ് പോലെയല്ല അള്ളാന്റെ അറിവ്. നമുക്ക് അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അനുഭവം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുണ്ടാവുള്ളൂ. അത് നമ്മൾ ആ പറയുന്ന നേരത്തെ അനുഭവം ആവുള്ളൂ. അതാണ് ശരിക്കും അറിവിന്റെ ഒരു അറിവിനോട് കുറച്ചടുത്ത് നിൽക്കണ കാര്യം. പിന്നെ അത് ആ നിമിഷം തന്നെ അത് അനുഭവമല്ലാതെ, അറിവല്ലാതെ ഒരു ഓർമ്മയായി, അറിവിന്റെ ഒരു ഫോട്ടോകോപ്പി മാത്രമേ പിന്നെ നമ്മൾ എടുക്കലുണ്ടാവുക. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന പ്രശ്നമൊന്നുമില്ല. കാലം അവൻ സൃഷ്ടിച്ചൊരു സംഗതിയാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെത് എല്ലാ സമയത്തും എന്ന് പറയാൻ വയ്യ. അള്ളാഹിൻ്റെത് അറിവാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അറിയുന്നു മാ തൻഖുസുൽ അർള്, ഭൂമി ചുരുക്കിക്കളയുന്നത്. ഭൂമി ചുരുക്കിക്കളയാ. ഭൂമി ചുരുക്കിക്കളയുക എന്നുള്ളത് അത് പല വുജൂഹുകളുമുള്ള ഒരു പ്രയോഗമാണ്. ആയത്തിൽ അത് വരുന്നുണ്ട്. ഭൂമി ചുരുക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണ്? മുഫസ്സിറുകൾ പലതും പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികളായ പിന്നെ സഹാബത്തിൽ നിന്നും താബിഈങ്ങളിൽപ്പെട്ട മുഫസ്സിറുകൾ അതിന് പലതും പറഞ്ഞിട്ടുണ്ട്. മാ തഅക്കുലുൽ അജ്സാദ്, ഭൂമി മരണപ്പെട്ടതിന് ശേഷം ഇവരുടെ ശരീരത്തെ അത് മാംസമായിട്ടും എല്ലായിട്ടും അവരുടെ മുടിയായിട്ടും അതുപോലെ അവരുടെ ശരീരത്തിലുള്ള മറ്റ് പിന്നെ അവശേഷിപ്പുകളായിട്ടും അതിനെ ഈ മണ്ണ് തിന്നുന്നത്, മണ്ണ് അതിനെ ദഹിപ്പിക്കുന്നത് അതായിരിക്കും ഒന്ന്. എന്നാൽ വേറെ മുഫസ്സിരീങ്ങളിൽപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട മുഫസ്സിരീങ്ങൾ തന്നെ മരിച്ച് ഖബറിൽ പോയതിന് ശേഷം ഈ ശരീരം തിന്നുന്നതാകാം തൻഖുസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, മരിപ്പിക്കുന്നതാണ്. മാ തൻഖുസുൽ അർളു മിൻഹും, ഭൂമി അവരുടെ കൂട്ടത്തിൽ നിന്ന് ചുരുക്കിക്കളയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി അവരിൽ നിന്ന് മരിപ്പിക്കുന്നത്. മരിച്ചിട്ട് ഭൂമിയാണല്ലോ, ഭൂമിയിലേക്കാണല്ലോ അവർ മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് ചേർത്തത്. അതുകൊണ്ട് മൗത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഖാത്തിൽ ബിൻ സുലൈം, അങ്ങനെ പലരും അങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചു പോയിട്ടുള്ളത്. ഏതായിരുന്നാലും ഇവിടെ പറയുന്നു മാ തൻഖുസുൽ അർളു മിൻ അജ്സാദിഹിം, അവരുടെ ശരീരത്തിൽ നിന്ന് എത്രയാണോ ഭൂമി ചുരുക്കിക്കളയുന്നത്, ഭൂമി തിന്നു തീർക്കുന്നത്. മുദ്ദത്ത മുഖാമിഹിം ഫീ ബർസഖിഹിം, മുദ്ദത്ത മുഖാമിഹിം, അവർ കഴിച്ചു കൂട്ടുന്ന കാലയളവിൽ.
ഫീ ബർസഖിഹിം, അവരുടെ ഹയാ ബർസഖിയ, ബർസഖിയായ ജീവിതത്തിൽ. മനുഷ്യന് 3 അവസ്ഥയാണല്ലോ. ഒന്നുകിൽ ഈ ദുന്യാവിലുള്ള ജീവിതം, അല്ലെങ്കിൽ ദുന്യാവിൽ നിന്ന് നമ്മൾ മരിച്ചിട്ട് ഖിയാമത്ത് നാളിൽ നമ്മൾ പുനരുജ്ജീവിപ്പിക്കുന്നത് വരെയുള്ള കാലയളവ് ബർസഖിയായ ജീവിതം. അതാണ് ഹയാത്തുൻ ബർസഖിയ. ആ ബർസഖിന്റെ കാലയളവിൽ, ആ ഒരു ബർസഖിൽ വെച്ച്, ദുന്യാവിനും പരലോകത്തിനും ഇടയ്ക്കുള്ള ഒരു മറയാണത്. അതുകൊണ്ടാണ് അതിന് ബർസഖ് എന്ന് പറഞ്ഞത്. ആ ബർസഖിൽ അവർ കഴിച്ചു കൂട്ടുന്ന കാലയളവിൽ അവരുടെ ശരീരഭാഗത്ത് എത്രത്തോളം ഭൂമി തിന്നുന്നു, എത്രത്തോളം അതിൽ കുറവ് വരുത്തുന്നു, ഏതെല്ലാം അതിൽ ദഹിച്ചു പോകുന്നു, എല്ലുകളെല്ലാം പൂർണ്ണമായി പോയോ, അതൊക്കെ അള്ളാഹ്ക്കറിയാം. ഇനി പൂർണ്ണമായി മണ്ണിൽ ലയിച്ചു പോയാലും ലയിച്ചു പോകാത്തൊരു ഭാഗം അള്ളാഹ് നിലനിർത്തിയിട്ടുണ്ട്. ഉജ്ബുദ്ദനബ് എന്ന് പറഞ്ഞിട്ട് ശരീരത്തിലൊരു ഭാഗം അള്ളാഹ് ബാക്കിയാക്കുന്ന പറയണത് ഹദീസിലുണ്ട്. അതിൽ നിന്നാണ് ഖിയാമത്ത് നാളിൽ അള്ളാഹു ഇവരെ മനുഷ്യന്മാരൊക്കെ വിത്തിൽ നിന്ന് പിന്നെ രണ്ടാമത് ചെടികൾ മുളച്ചു പൊങ്ങുന്നത് പോലെ മനുഷ്യന്മാരുണ്ടായിത്തീരുന്നത് അതിൽ നിന്നാണ് എന്ന് ഹദീസിലുണ്ട്. അത് നമ്മുടെ ഈ നട്ടലിന്റെ അറ്റത്ത്, ആ വാൽക്കുറ്റിന്റെ ആ ഭാഗത്തുള്ള ഒരു ചെറിയ ഭാഗമാണ്. അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് മണ്ണ് തിന്നാലും 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 തീരാതെ ബാക്കി നിലനിൽക്കുന്നതാണ്. അപ്പോൾ ബാക്കി ഒരു പക്ഷെ ആദ്യം ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഫ്ലഷ്, ഈ നമ്മുടെ മാംസം അത് വിഘടിച്ചു പോകും, മണ്ണിൽ വിഘടിച്ച് തീരും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ മണ്ണിലാണ് തീരും. മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ. ആ മണ്ണിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ മണ്ണിലേക്ക് തന്നെ അവൻ പോകുന്നു. ഇനി അതിൽ നിന്ന് തന്നെ അവിടെ മണ്ണിൽ ലയിക്കാതെ കിടക്കുന്ന ഈ ഉജ്ബുദ്ദനബിൽ നിന്ന് വീണ്ടും അള്ളാഹു മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുന്നു. അപ്പൊ ആ അർത്ഥത്തിലാണ് അധിക മുഫസ്സിറുകളും പിന്നെ സ്വഹാബത്തി വത്താബിഈൻ, സ്വഹാബത്തിലും താബിഈങ്ങളിലും പെട്ടിട്ടുള്ള ആളുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നത്. മാ തൻഖുസുൽ അർദു മിൻഹും, അവരിൽ നിന്ന് ഭൂമി ചുരുക്കിക്കളയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാ തഅകുലുൽ അർളു മിൻ അജ്സാദിഹിം മുദ്ദത മുഖാമിഹിം ഫിൽ ബർസഖ്, ബർസഖിൽ അവർ കഴിച്ചു കൂട്ടുന്ന കാലയളവിൽ അവരുടെ ശരീരഭാഗങ്ങളിൽ നിന്ന് ഭൂമി എത്രത്തോളം തിന്നു തീർക്കുന്നു എന്നത് പോലും അള്ളാഹ്ക്ക് അറിയും. അങ്ങനെയുള്ള അള്ളാഹുവിനെ, ആ അള്ളാഹിനെ അവർ താരതമ്യം ചെയ്യുന്നത് ഒന്നും അറിയാത്ത സൃഷ്ടികളോട്, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത സൃഷ്ടികളെ ഈ അള്ളാഹുവിനോട് അവർ താരതമ്യം ചെയ്യുന്നു. വഖദ് അഹ്സാ ഫീ കിതാബിഹി, വഖദ് അഹ്സാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാ ചെയ്തിട്ടുണ്ട്. അഹ്സാ യുഹ്സി എന്ന് പറഞ്ഞാൽ എന്യൂമറേറ്റ് ചെയ്യാന്നാണ്, ക്ലിപ്തപ്പെടുത്തുക. ഇഹ്സാഇയ്യാത്ത് എന്ന് പറയും. ഇതിന്റെ മസ്ദറിൽ നിന്ന് എടുക്കുന്നതാണ് ഇഹ്സാഇയ്യാത്ത്. സ്റ്റാറ്റിസ്റ്റിക്സിന് അതാ പറയാ. അറബിയിൽ നമ്മള് മോഡേൺ ആയിട്ട് നമ്മൾ പറയാം ഇഹ്സാഇയ്യാത്ത്, സ്റ്റാറ്റി. അഹ്സാ യുഹ്സി എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക, ക്ലിപ്തപ്പെടുത്തുക. അത് നമ്മൾ മറ്റേ ഹദീസിൽ നമ്മൾ ആ വാക്ക് നമുക്ക് വന്നിട്ടുള്ളതാണ്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, അതിന് ഏതൊരുവൻ ഇഹ്സാ ചെയ്തുവോ അത് മതി അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. എങ്ങനെയാണ് അത് ഇഹ്സാ ചെയ്യേണ്ടത്? ഒന്ന്, അതിന്റെ ലഫ്ള് കൃത്യമായിട്ട് അത് ഉച്ചരിക്കാൻ, അത് ഹിഫ്ള് ചെയ്യാൻ അവന് പഠിക്കണം. അത് ഉച്ചരിച്ച് അത് ഹിഫ്ളാവണം. അൽ അലിയു അൽ ഖദീർ വൽ മന്നാൻ വൽ ബദീഉ വശക്കൂർ എന്ന് പറഞ്ഞിങ്ങനെ വരുന്ന അള്ളാഹിന്റെ അസ്മാകൾ അത് അവനെ ഉച്ചരിച്ച് അത് മനഃപ്പാടമാക്കാൻ പറ്റണം. രണ്ടാമത്തേത് അതിന്റെ മഅന, ആ ലഫ്ള് മുഫവ്വിളത്ത് പറയുന്നത് പോലെ ഞങ്ങൾക്കൊന്നും അറിയില്ല, അത് അള്ളാഹ് അലീമാണ്. എന്താ അലീം എന്താണെന്ന് നമുക്കറിയില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. മറിച്ച് അതിന്റെ ഒരു മഅനയുണ്ട്. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന, റസൂലുള്ളാഹി നമുക്ക് കൈമാറി തന്നിട്ടുള്ള, റസൂലുള്ളാഹിൽ നിന്ന് സ്വഹാബത്തും തുടർന്നിട്ടുള്ള ഉത്തമ തലമുറക്കാരും പിന്നീട് ബാക്കിയുള്ളവരും ഏറ്റെടുത്ത് പോന്നിട്ടുള്ള ശരിയായ ഒരു അറിവുണ്ട്. ഇൽമുൽ മആനി നമുക്കറിയാം. അറിയാതെ അള്ളാഹു നമ്മൾ അറിയിക്കാതെ നിന്നിട്ടുള്ള അതിന്റെ കൈഫിയത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിന്റെ ഹഖീഖത്തും അതിന്റെ മഅനി നമുക്കറിയാം. ആ മഅന, ആ മആനികൾ ശരിക്ക് പഠിക്കണം. എന്താണ് അള്ളാഹ് അലീം എന്ന് പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് അള്ളാഹ് പറയുന്നുണ്ട്, അവൻ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കരീം എന്ന് പറഞ്ഞാൽ? അള്ളാഹ് ഗഫൂർ എന്ന് പറഞ്ഞാൽ എന്താ ഗഫൂറിന്റെ അർത്ഥം? അത് നമുക്കറിയില്ല. അള്ളാഹു അലം.
മുഫവ്വിളത്തിന്റെ അതാണ് പിന്നെ സലഫുകളുടെ മാർഗം എന്ന് അവരങ്ങോട്ട് ദുർവ്യാഖ്യാനിക്കും. അത് സലഫുകളുടെ മാർഗമല്ല. ഈ വാദം അത് അഖ്ബത്തുൽ മഖാലാത്ത് ഫിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഉണ്ടായിട്ടുള്ള വാദമുഖങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള വാദമുഖമാണ് തഫ്വീദ്. ആർക്കറിയില്ല. അപ്പോ ഈ ഖുർആനിൽ വന്നിട്ടുള്ള അള്ളാഹിനെ കുറിച്ച് വന്നിട്ടുള്ളതാണ് അധിക കാര്യങ്ങളും. ആ കാര്യങ്ങളൊക്കെ ഒന്നും അറിയാത്തവരും ഒക്കെ കാഫായ സ്വാദ് മാതിരിയാണ് എന്നാണ് അവരെ വാദം. അതല്ല, അതിന്റെ മഴനുണ്ട്. അപ്പൊ മഴനെ മനസ്സിലാക്കണം. മൂന്നാമത്തേത് ഇഹ്സാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഴന, അതിൽ പറഞ്ഞിട്ടുള്ള മഴനയുടെ മൂജിബാത്തുകൾ അനുസരിച്ച് മുഖ്തളയാത്തുകൾ അനുസരിച്ച് നമ്മൾ അമല് ചെയ്യണം. അപ്പൊ അള്ളാഹ് അലീമ എന്ന് പറഞ്ഞാൽ നമ്മള് സ്വകാര്യമായിട്ട് ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ്? ഒരു തെറ്റിലേക്ക് പോകുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ സ്വന്തമാണ്, സ്വകാര്യമാണ്, ആരും കാണാത്തോടത്താണ്, ഒറ്റക്കാണ്. പറ്റൂല. എല്ലാം കാണുന്നവനുണ്ട്. അവൻ എഴുതി വെക്കാൻ മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് എഴുതി വെക്കുന്ന ഏടുകളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, അതിന് സാക്ഷികളുണ്ട്, മലക്കുകൾ വരും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോ അള്ളാഹിനെ പേടിച്ചിട്ട് അള്ളാഹ് അറിയുന്നവനാണ് എന്നത് വിചാരിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുന്നുവെങ്കിൽ അതതിന്റെ മൂജിബനുസരിച്ചുള്ള അമലാണ്. അള്ളാഹിനോട് ചെയ്തു പോയൊരു തെറ്റിന് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ യാ ഗഫൂർ ഗഫിർലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതതിന്റെ മൂജിബനുസരിച്ചിട്ടുള്ള അമലാണ്. ഒരമലു ബി മുഖ്തല്ലാഹ, അവയുടെ മുഖ്തല്ല അനുസരിച്ചിട്ട് അമല് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് ഇഹ്സായിൽ പെടുക അവിടെ. എന്നതുപോലെ അഹ്സാ, ഇവിടെ അള്ളാഹ് ഇഹ്സാ ചെയ്തിട്ടുണ്ട്. ഫീ കിതാബി അഹ്സാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്ന് പോലും വിട്ടുകളയാതെ അതിൽ എന്തൊക്കെയാണോ എഴുതേണ്ട എല്ലാ കാര്യങ്ങളും എഴുതി തിട്ടപ്പെടുത്തി ക്ലിപ്തപ്പെടുത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഫീ കിതാബിഹില്ലദീ ഹുവ ഇൻദഹു, അവന്റെ അടുക്കലുള്ളതായ ഒരു ഏട്ടിൽ. ആ ഏടിന് നമ്മൾ പറയാ അത് അൽ-ലൗഹുൽ മഹ്ഫൂദ്. നമ്മൾ ലൗഹുൽ മഹ്ഫൂദ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയും. അത് മഹ്ഫൂദുൻ അനിത് തഗ്യീർ വത്തബ്ദീൽ. നമ്മൾ ആ ലൗഹിന് മഹ്ഫൂദ് എന്ന് പറയുന്നത് ബിമഅന അത് മഹ്ഫൂദുൻ അനിത് തഗ്യീർ വത്തബ്ദീൽ, എന്തെങ്കിലും ഒരു മാറ്റം അതിന് വരുത്തൂല. തബ്ദീൽ, എന്തെങ്കിലും ഒരു വ്യത്യാസം ഒരാൾക്കും, ഒരു മലക്ക് വന്നിട്ട് അതിലെഴുതിയിലൊന്നും മാറ്റം വരുത്തി എഴുതി പോകില്ല. അത് അവന്റെ അടുക്കലുള്ളതാണ്. അതെല്ലാ കാര്യങ്ങളുടെയും മഖാദിറുകളുടെ അതിന്റെ ഫൈനൽ ഷേപ്പ്, അതിന്റെ അവസാന രൂപം അതിൽ സ്ഥിരപ്പെട്ടതാണ്. അത് മറാഹയത്തയ്യർ വാലന്യത്തയ്യർ, അതൊരാൾക്കും മാറ്റുക സാധ്യല്ല, അതൊരിക്കലും മാറൂല. അത് യുസ്ബിത്, അല്ലാതെ അതേമാതിരി ഇത്ബാത്ത് ചെയ്ത് നിലനിർത്തുകയാണ് ചെയ്യുക. കുല്ലു മാ യജ്രി അലൈഹിം ഫി ഹയാതിഹിം വ മമാതിഹിം, അതിൽ അവന്റെ അടുക്കൽ മാറ്റമില്ലാതെ രേഖപ്പെട്ട് അത് എന്യൂമറേറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് കുല്ലു മാ യജ്രി, സംഭവിക്കുന്ന നടന്നു പോകുന്ന എല്ലാം ഫി ഹയാതിഹിം, അവരുടെ ഈ ജീവിതകാലത്ത്, ഭൗതികമായ ജീവിതത്തിൽ, വ മമാതിഹിം, അവരുടെ മരണത്തിൽ, അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വഹാദൽ ഇസ്തിദ്ലാൽ, ഇത് ഈ തെളിവ് പിടിച്ചത് അള്ളാഹിന്റെ അടുക്കൽ കിതാബുൻ ഹഫീദ് ഉണ്ട് എന്ന് പറഞ്ഞത് അത് ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. അതാണ് ഹഫീലിന്റെ അർത്ഥം. ഹഫീലിന് രണ്ടർത്ഥം വരും. ഒന്നുകിൽ ഹാഫിൽ എന്നുള്ള അർത്ഥം വരും, അല്ലെങ്കിൽ മഹ്ഫൂദ് എന്നുള്ള അർത്ഥം വരും. ഇവിടെ ഹാഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഹഫീൽ അല്ലെങ്കിൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ മഹ്ഫൂദുൻ അനി തഗ്യീരി വത്തബ്ദീൽ, തഗ്യീറില്ല, തബ്ദീലില്ല, ഒരു മാറ്റവും ഒരു ഭേദഗതിയും വരുത്താതെ സംരക്ഷിച്ചു നിർത്തുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹാഫിൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സൃഷ്ടിയുടെയും ജീവിതത്തിലും മരണത്തിലും നടക്കുന്ന മാ യജ്രി ഫി ഹയാതി വ മമാതി, അവരുടെ എല്ലാ ഘട്ടങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് അതിൽ ഹിഫ്ള് ചെയ്തിട്ടുണ്ട് എന്നർത്ഥത്തിലുമാകാം. വഹാദൽ ഇസ്തിദ്ലാൽ ബികമാലി ഇൽമിഹി, ഈ ഇസ്തിദ്ലാൽ, ഇങ്ങനെ ഒരു തെളിവ് പറഞ്ഞിട്ടുള്ളത് എന്തിനുള്ള തെളിവാണ്? അത് ആ ദലീലാക്കി വെച്ചിട്ടുള്ളത് ബികമാലി ഇൽമിഹി, അള്ളാഹുവിന്റെ ഇൽമിന്റെ പൂർണ്ണതക്കുള്ള ദലീലായിട്ടാണ് അത് വെച്ചത്. വസഅതിഹി, അള്ളാഹുവിന്റെ ഇൽമിന്റെ വ്യാപ്തിയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. കാരണം അത് കമാലാണെന്ന് പറഞ്ഞാൽ ഒന്നും ഒഴിഞ്ഞു പോയില്ല, ഇഹ്സാ ചെയ്തു.
രണ്ടാമത് അത് വ്യാപ്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരതും ഒന്നും ഒരു ഘട്ടത്തിലുള്ളതുമില്ല, മുഴുവനുണ്ട്, എല്ലാം അതിലുണ്ട്. അപ്പൊ അതിന്റെ കമാൽ ഇൽമിഹി വസഅതിഹി അല്ലത്തി ലാ യുഹീതു ബിഹാ ഇല്ലാ ഹുവ. ആ കിതാബിൽ, ആ ലൗഹുൽ മഹ്ഫൂദിൽ എന്തെല്ലാം ഉണ്ട് എന്ന കാര്യം അറിയില്ല. അത് നമുക്ക് അറിയാൻ പറ്റും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സൃഷ്ടിക്കും, മനുഷ്യർക്കല്ല മലക്കുകൾക്കല്ല, ഒരു സൃഷ്ടിക്കും ലാ യുഹീതു ബിഹാ, ആ കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല, ഇല്ലാഹു, അല്ലാഹുവിനല്ലാതെ. അലാ ഖുദ്റതിഹി അലാ ഇഹ്യാഇൽ മൗത്ത്, അങ്ങനെയുള്ള ഇൽമുള്ള അല്ലാഹുവിന്റെ ഇൽമിനെ തെളിവ് പിടിച്ചിരിക്കുന്നത് ഏതിനാണ് ദലീലാക്കിയിട്ടുള്ളത്? അലാ ഖുദ്റതിഹി ഇസ്തദല്ല അലൈഹി, ഇതിനാണ് തെളിവ് പിടിച്ചിട്ടുള്ളത്. അലാ ഖുദ്റതിഹി, അവൻ കഴിവുള്ളവനാണ്. അലാ ഇഹ്യാഇൽ മൗത്ത, മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാൻ. അങ്ങനെയാണ് ആയത്തിൽ കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇനി ആ ആയത്തിലേക്ക്, നിങ്ങൾ ആ ആയത്തിന്റെ ഭാഗത്തിലേക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. കാരണം ഓരോ വാക്കെടുത്തിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജ്ഉൻ ബഈദ് ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. ഈ രണ്ട് ഭാഗം കൂടി ഒരുമിച്ചാണ് തഫ്സീർ പറഞ്ഞു പോയത്. ആദ്യത്തെ നമുക്ക് അപ്പൊ എങ്ങനെയാണ് ഇതിലൂടെ നമ്മൾ പോയത്? ആയത്തിൽ ആശയങ്ങൾ ഓരോന്നിന് ശേഷം ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ ഖാഫ് പറഞ്ഞു, അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വൽ ഖുർആനിൽ മജീദ്, പിന്നെ അള്ളാഹു ഖസം ചെയ്ത് പറഞ്ഞു. അത് ഖുർആനെ മുൻനിർത്തിയിട്ടാണ് അള്ളാഹു സത്യം ചെയ്തത്. ആ ഖുർആൻ മജീദാണ് എന്നുള്ള കാര്യം പറഞ്ഞു. മജീദൊക്കെ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു ബലാജിബു അൻജാഅഹും മുൻദിറും മിൻഹു, അങ്ങനെയുള്ള ഖുർആൻ തന്നെ സത്യം എന്നുള്ള സത്യം ചെയ്തിട്ട് പറഞ്ഞു. പക്ഷേ അവര്, അഥവാ കുഫാറുകൾ, കാദിബീങ്ങൾ, കാഫിരീങ്ങൾ, അവര് അജിബു അൻജാഅഹും മുൻദിറും മിൻഹു, ആദ്യം തന്നെ അവര് ഒരു നബി അവരെ സത്യത്തിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നപ്പോ ഇത് നടക്കാത്ത കാര്യമാണ്, ഇങ്ങനെ ഒരു നബി മനുഷ്യന്മാരിൽ നിന്ന് വരിക എന്നുള്ള വിചിത്രമാണ്, അത് അസംഭവ്യമാണ്, അതൊരിക്കലും മുംകിനല്ല, അത് മുസ്തഹീലാണ് എന്ന് പറഞ്ഞു തള്ളി. ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. എന്നിട്ട് അവരുടെ അജബ് തീരുന്നുണ്ടോ? ആ ഒരു വിഷയത്തിൽ തീർന്നില്ല. പിന്നെ ഉണ്ട്. പിന്നെ അതിന്റെ അടുത്തത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജ്ഉൻ ബഈദ്. നുബുവത്തിന്റെ കാര്യത്തിൽ അത്ഭുതം വന്നു. രണ്ടാമത്തത് അവർക്ക് ബഅസിന്റെ കാര്യത്തിൽ അവര് അത് അത്ഭുതം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്, അസാധ്യമാണ് എന്നാണ് പറയുന്നത്. അസംഭവ്യമാണ്, അസാധ്യമാണ്. എങ്ങനെ വന്നത്? ആദ്യം നുബുവത്ത്, മനുഷ്യന്മാർക്ക് നുബുവത്ത് ഉണ്ടാകുക എന്നുള്ള കാര്യം ബഈദാണ്, അത് ഗരീബാണ്, അത് അജീബാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ ഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജ്ഉൻ ബഈദ്, മരിച്ച് മണ്ണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് അത് അജീബ്, അത് ഗരീബ്, അത് മുംകിനല്ല, അത് മുസ്തഹീൽ എന്നുള്ളിടത്തേക്ക് അവർ പോയി. ആ കാര്യം പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു, അല്ല, അത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇഹ്യാഉൽ മൗത, മരണപ്പെട്ടവരെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് കഴിയും. കാരണം അവർക്ക് അബദ്ധം പറ്റിയത് ഒന്നും കഴിയാത്തവനോട് അള്ളാഹിനെ അവർ തുലനം ചെയ്തതാണ്. ഒന്നും അറിയാത്തവരെ അള്ളാഹുവിനോട് ഇങ്ങോട്ട് തുലനം ചെയ്യുന്നു, എല്ലാം അറിയുന്ന അള്ളാഹിനെ അങ്ങോട്ട് തുലനം ചെയ്യുന്നു. ഈ തുലനം ചെയ്യലാണ്, ഖിയാസുകളാണ് ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് ഖിയാസ് എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും അത് പ്രശ്നം ഉണ്ടാക്കാം. ഖിയാസ് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യുമ്പോൾ അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രം, ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും ഖിയാസ് അബദ്ധമാണ്. കുഫാറുകളുടെ രീതിയാണ് ഖിയാസ്. കണ്ടില്ലേ, അവരിതിന് ഖിയാസാകണത്. ഒരു ബഅസ് നടക്കുവോ, പുനരുദ്ധാനം നടക്കുവോ? നടക്കൂല. അതിനവര് എന്താ അവരുടെ അസല്? അവര് മനുഷ്യനോട് അള്ളാഹിനെ ഖിയാസ് ചെയ്യാണ്. അള്ളാഹ്ക്ക് എങ്ങനെ സാധിക്കുക? മനുഷ്യന് കഴിയുന്നില്ല. മനുഷ്യന്റെ ആജിസായ മനുഷ്യൻ അള്ളാഹിനോട് അങ്ങോട്ട് ഖിയാസാക്കാണ്. എന്നിട്ട് പറഞ്ഞു എന്നാൽ അള്ളാഹ്ക്ക് അത് കഴിയും എന്നുള്ളതിന് അള്ളാഹ് തെളിവ് പിടിച്ചത് വഹുവ ഖാദിറുൻ അലാ ഇഹ്യാഇൽ മൗത, അതിന് യസ്തദില്ലുല്ലാഹ്, അള്ളാഹ് അതിനെ ദലീല് പിടിക്കണ, ഇസ്തിദ്ലാല് നടത്തുന്നത്. ഖദ് അലിംന, എന്താണ് അള്ളാഹ് തെളിവായി പിടിക്കുന്നത്? അള്ളാഹുവിന്റെ കമാലു ഇൽമിഹി വസഅതു ഇൽമിഹി, അള്ളാഹിന്റെ ഇൽമിന്റെ പൂർണ്ണതയും അള്ളാഹുവിന്റെ ഇൽമിന്റെ പൂർണ്ണമായ വ്യാപ്തിയും അത് മുൻനിർത്തിയിട്ടാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹ്ക്ക് അതൊരു പ്രശ്നമല്ല. കാരണം അള്ളാഹ്ക്ക് നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കൽ മാത്രമല്ല, ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹു,
നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച് മറമാടപ്പെട്ട ആളുകളുടെ ശരീരം ഭൂമി എത്രത്തോളം തിന്നും, അതിൽ ഏത് തിന്നു, ഏത് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ മുഴുവൻ തിന്നോ, അല്ലെങ്കിൽ എല്ല് കുറച്ച് ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ നഖം ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ മുടി ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ തൊലി ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ മാംസം ബാക്കിയുണ്ടോ, ഇതെല്ലാം അള്ളാഹ്ക്കറിയാം. വഇന്ദന കിതാബുൻ ഹഫീദ്, അത് അള്ളാഹ്ക്കറിയാന്ന് മാത്രമല്ല അത് ഇഹ്സാ ചെയ്തു വെച്ചിട്ടുണ്ട് അവന്റെ അടുക്കലുള്ള ഒരു ഇൻദന കിതാബ്, ഒരു കിതാബ്. ആ കിതാബിന്റെ സ്വഭാവം ഹഫീദ്, അത് മഹ്ഫൂദുൻ അനി തഗ്യീരി വത്തബ്ദീൽ. ആ കിതാബ് ഹാഫിദുൻ ലികുല്ലി മാ യജ്രി ഫി ഹയാതിഹി വഫീ മമാതിഹി, അവരുടെ ജീവിതത്തിലും മരണത്തിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അത് ഹിഫ്ള് ചെയ്തിട്ടുണ്ട്. ആ ഗ്രന്ഥമാണെങ്കിൽ മഹ്ഫൂളാണ്, അതിന് തഗ്യീറും തബ്ദീലും ഒരിക്കലും വരുത്താൻ പറ്റാത്ത വിധം അങ്ങനെയുള്ള ഗ്രന്ഥവും അങ്ങനെയുള്ള അറിവുമുള്ള അള്ളാഹ്ക്കുണ്ടോ ഇവരെ പുനരുജ്ജീവിപ്പിക്കാൻ? ഈ സൃഷ്ടിപ്പിന്റെ ആരംഭം കുറിച്ച് അള്ളാഹ്ക്കുണ്ടോ ആ സൃഷ്ടിപ്പിന്റെ ആവർത്തനം നടത്താൻ ഒരു പ്രയാസം? അലി, ഇതാണ് എന്റെ രീതി. അപ്പൊ ആ രണ്ടായത്തും ഒരുമിച്ചാണ് ഷെയ്ഖ് സഅദി ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. എല്ലാ വാചകങ്ങളിൽ വേറെ അവ്യക്തതകളൊന്നുമില്ല, പക്ഷെ കുറച്ച് മൂപ്പര് ചുരുക്കി പറഞ്ഞു പോയി. പല സ്ഥലത്തും പറയുന്നത് പോലെ അങ്ങനെ ഒരു നിർവചന സ്വഭാവത്തിൽ പറയേണ്ട കാര്യങ്ങളിൽ ഇതിലില്ല എന്ന് മാത്രം. വാചകങ്ങളൊന്നും കൂടി ശ്രദ്ധിച്ചോളൂ. സുമ്മ ദക്കറ വജ്ഹ തഅജ്ജുബിഹി, അവര് ഇസ്തിഗ്റാബ് നടത്തിയ, തഅജ്ജുബ് നടത്തിയ, അവർ ഇൻകാർ നടത്തിയ കാര്യങ്ങളുടെ വജ്ഹ് പിന്നെ പറഞ്ഞു. ആദ്യത്തെ വജ്ഹ് അവിടെ പറഞ്ഞു. അതെന്താണ്? അള്ളാഹ് അവരിൽ നിന്ന് തന്നെയുള്ള അയുർസിലു റസൂലൻ മിനൽ ബശർ, അതിനാണ് ആദ്യം ഇസ്തിഗ്റാബ് ചെയ്തത്. രണ്ടാമത്തത് ഇതാണ് ഐദാമിത്തിന വകുന്ന തുറാബൻ ദാലിക റജുഉൻ ബഈദ് ഫഖാസു, അവർക്ക് പറ്റിയ അബദ്ധം ഇവിടെയാണ്. അവർ ഖിയാസാക്കിയതാണ് ഖുദ്റത്തമൻ, അള്ളാന്റെ കഴിവിനെ, ഒരുവന്റെ കഴിവിനെ. ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അങ്ങനെയുള്ളവൻ. അൽ കാമിലു മിൻ കുല്ലി വജ്ഹ്, ആയിട്ടുള്ളവൻ. അവന്റെ ഖുദ്റത്തിനെ അവര് താരതമ്യം ചെയ്തത് ബിഖുദ്റത്തിൽ അബ്ദിൽ ഫഖീരിൽ ആജിസ് മിൻ ജമീഇൽ വജൂഹ്, എല്ലാ വജുഹിലൂടെയും അശക്തനായ, അള്ളാഹുവിനെ സദാ ആശ്രയിക്കേണ്ടി വരുന്ന, സൃഷ്ടാവല്ലാത്ത ഒരു സൃഷ്ടിയായ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെ കഴിവിനോട് അള്ളാന്റെ കഴിവിനെ അവര് ഖിയാസാക്കിയതാണ് അവർക്ക് പറ്റിയ അബദ്ധം. വഖാസു, മറിച്ചു അവർ ഖിയാസാക്കി. ജാഹിലായ അല്ലദീ ലാ ഇൽമ ലഹു, ഒരറിവുമില്ലാത്ത മനുഷ്യനെ, ആ മനുഷ്യന്റെ വിവരം കെട്ട മനുഷ്യനെ അവര് താരതമ്യം ചെയ്തത് ബിമൻ ഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാം അറിയുന്ന അള്ളാഹുവിനോടാണ്. അല്ലദീ യഅലം, അവന്റെ അറിവ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവൻ ഇതുവരെ അറിയുന്നു. യഅലമു ഈശ് മാ തൻഖുസുൽ അർദു മിൻ അജ്സാദിഹിം മുദ്ദത മുഖാമിഹിം ഫി ബർസഖിഹിം, ബർസഖിൽ അവരെ കഴിച്ചു കൂട്ടേണ്ടി വരുന്ന കാലയളവിൽ അവരുടെ ശരീരത്തെ എത്രത്തോളത്തോളം ഭൂമി ചുരുക്കിക്കളയുന്നു, ഭൂമി എത്രത്തോളം തിന്നു തീർക്കുന്നു എന്നത് പോലും അവൻ അറിയാം എന്ന് മാത്രമല്ല, ആ അറിയുന്ന കാര്യം വഖദ് അഹ്സാ ഫീ കിതാബിഹി, അത് അല്ലാഹു ഒരു ഏട്ടിൽ എന്യൂമറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കിതാബ് എവിടെയാണ്? അല്ലദീ ഹുവ ഇൻദഹു, അത് അള്ളാന്റെ അടുക്കലാണ്. ആ കിതാബ് മഹ്ഫൂദ്, അത് മഹ്ഫൂദാണ്. അത് ഹഫീദ് എന്ന് പറഞ്ഞാൽ ബിമഅന മഹ്ഫൂദ്, മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ അനി തഗ്യീരി വത്തബ്ദീൽ, അതിലൊരു മാറ്റം വരുത്തില്ല. അത് അള്ളാന്റെ ആ കിതാബിലുള്ളത്, അത് മാറാൻ പോകുന്നില്ല. ആർക്കും അത് മാറ്റം വരുത്താൻ കഴിയില്ല. കുല്ലു മാ യജ്രി അലൈഹിം ഫി ഹയാതിഹിം വ മമാതിഹിം, അത് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന, അവരുടെ മരണത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഹിഫ്ള് ചെയ്ത ഹാഫിളാണ്, അത് മഹ്ഫൂളാണ്. ആ ഹിഫ്ള് ചെയ്തത് മാറാനും പോകുന്നില്ല. വഹാദൽ ഇസ്തിദ്ലാൽ ബികമാലി ഇൽമിഹി വസഅതിഹി, അള്ളാന്റെ ഈ ഇൽമിന്റെ പൂർണ്ണതയും അല്ലെങ്കിൽ വ്യാപ്തിയും അതിനെ പിടിച്ചിട്ട് തെളിവ് പിടിച്ചിട്ടുള്ളത്, അതിനെ തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത് അല്ലത്തി ലാ യുഹീതു ബിഹാ ഇല്ലാഹു, ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ അല്ലെങ്കിൽ വിശദമായി അറിയാൻ പറ്റുന്ന അള്ളാഹ്ക്ക് മാത്രമാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഇൽമിന്റെ പൂർണ്ണതയെയും വ്യാപ്തിയെയും തെളിവാക്കി വെച്ചത് ഏതിനുള്ള തെളിവായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? അലാ ഖുദ്റതിഹി അലാ ഇഹ്യാഇൽ മൗത്ത്, ഇസ്തദല്ല അലാ ഖുദ്റതി, അള്ളാഹ്ക്ക് കഴിവുണ്ട് എന്നതിനാണ് തെളിവാക്കിയത്. അള്ളാഹ്ക്കുള്ള ഖുദ്റത്ത് വഹുവ ഖദീറുൻ അലാ മാദാ അലാ ഇഹ്യാഇൽ മൗത്ത്, അലാ ഇഹ്യാഇൽ മൗത്ത്. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ആയത്ത് ഇങ്ങനെയാണ്. ഒരു ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബൽ കദ്ദബൂ ബിൽ ഹഖ് ലമ്മാ ജാഅഹും ഫഹും ഫീ അംരിൻ മരീജ്. ഇതിലേറ്റവും രസകരമായ പ്രയോഗം, നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത് മരീജ് എന്ന് പറഞ്ഞ വാക്കിലേക്കാണ്. ഒരു
നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ ഏറ്റവും രസകരമായ കാര്യങ്ങളാണ്. ബൽ കദ്ദബു. മറിച്ച് ഇങ്ങനെ ഇതൊക്കെ തെളിവാണ്. കമാലു ഇൽമിഹി വസഅതു ഇൽമിഹി വഖുദ്റതുഹു വസ്തിഗ്നാഉഹു. ഇതെല്ലാം എല്ലാം എല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? അന്നഹു ഖാദിറുൻ അലാ കുല്ലി ഷൈ. അവനാണല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. വഹുവല്ലദീ ബദഅൽ ഖൽഖ് വഹുവ യുഈദുഹു. അത് അല്ലാഹു ആ സൃഷ്ടിപ്പ് മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് തിരിച്ചുകൊണ്ടുവരാന്നുള്ളത് വഹുവ അലൈഹി. ഇതൊക്കെ ആണെങ്കിലും ഇത് കളവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സിദ്ഖ് വിട്ട് കെദിബിലേക്ക് ഒരാൾ പോയാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബൽ കദ്ദബു എന്ന് പറയുമ്പോൾ എപ്പോഴും ആശയത്തിന് വ്യക്തത കിട്ടണമെങ്കിൽ വബിളിദ്ദിഹാ തതബയ്യനുൽ അശ്യാ. ഒരു കാര്യം നമുക്ക് വ്യക്തമാകണമെങ്കിൽ അതിന്റെ നേരെ വിപരീതമായ കാര്യത്തെ അഭിമുഖം നിർത്തിയിട്ട് വേണം മനസ്സിലാക്കാൻ. അപ്പോഴാണ് ഇരുട്ട് ഇങ്ങനെ ഒന്ന് മനസ്സ് കണ്ടെങ്കിൽ വെളിച്ചം എന്ന് പറയുന്നത് അതിന്റെ അഭിമുഖമായി നിൽക്കുന്നതിന്റെ മഹാത്മ്യം അറിയുള്ളൂ. വെളിച്ചത്തിന്റെ മഹാത്മ്യം കിട്ടണമെങ്കിൽ ഇരുട്ടിന്റെ ആ ബീഭത്സത അത് നമുക്ക് മനസ്സിലാകണം. അറിവില്ലായ്മ അതിന്റെ വഷളത്തരം അറിഞ്ഞവന് മാത്രമേ അറിവിന്റെ മേന്മ അറിയുള്ളൂ. പട്ടിണി സഹിച്ചോനെ സമ്പത്തിന്റെ അല്ലെങ്കിൽ റിസ്ക്കിന്റെ വില കിട്ടുള്ളൂ. ഇത് ജനിച്ചപ്പോഴേ ഇഷ്ടം പോലെ പൈസ ഇട്ട് ജനിച്ച ഒരാൾക്ക് പട്ടിണിന്റെ വേദന അറിയില്ല, ബുദ്ധിമുട്ടറിയില്ല. അങ്ങനെ ഓരോന്നിനും അതിന്റെ വിപരീതം അറിയണം. വിവരം കെട്ടവനെ കാണുമ്പോഴാണ് വിവരമുള്ളവന്റെ ഒരു ഫضല്, ആ വിവരമുള്ളവന്റെ ഒരു മികവ്, അവന്റെ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ജാഹിലിയത്ത് അറിഞ്ഞെങ്കിലേ ഇസ്ലാമിന്റെ മേന്മ അറിയുള്ളൂ. ഉമർ ഖത്താബ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് വസ്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ലിദ്ദുകൾ, അളുദാദുകൾ, അതിന്റെ വിപരീത അവസ്ഥകൾ അത് വെച്ചിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് പറഞ്ഞു എന്ന് അദ്ദേഹത്തിൽ നിന്നൊരു ഖൗൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇന്നമാ തൻഖുളു ഉറൽ ഇസ്ലാം ഉർവ ഉർവ ഇദാ നശഫിൽ ഇസ്ലാമി വല്ലാ യഅരിഫുൽ ജാഹിലിയ്യ. ഇസ്ലാം എന്ന് പറയുന്ന കയറിന്റെ ഓരോ ഇഴകളും അത് അഴിഞ്ഞ് പൊട്ടിപ്പോകും. എപ്പോഴും ഇതാണ് ഷഫിൽ ഇസ്ലാം അല്ല യാരിഫുൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്ത് അറിയാത്തതും ഇസ്ലാമിൽ വളർന്നു വന്നാൽ അങ്ങനെയാണ്. പിന്നെ ജാഹിലിയത്തും ഇസ്ലാമും തമ്മിൽ വേറെ രീതിയില്ല. അപ്പോൾ ജാഹിലിയത്ത് തർക്കമില്ലാന്ന് തോന്നും. ആ ജാഹിലിയത്ത് ഓന് ദീനാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കും. പിന്നെ അങ്ങനെ ഇസ്ലാമിന്റെ ഓരോ ഇഴകളും പൊട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ അവസ്ഥ. അതുകൊണ്ട് എപ്പോഴും കെദിബ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ സിദ്ഖ് മനസ്സിലാക്കണം. ഒരാൾ സിദ്ഖ് വിട്ടു, അയാൾ കെദിബിലേക്ക് പോയി, അയാൾ കള്ളത്തരമാണ്. അങ്ങനെ ഒരാൾ കള്ളത്തരം സിദ്ഖിന്റെ വിപരീതമായ കെദിബ് ഒരാളിലേക്ക് വന്നാൽ, കെദിബ് പിന്നെ കദ്ദബ കളവാക്കുന്നതിലേക്കെത്തും. ഒരാൾ സത്യസന്ധനല്ലെങ്കിൽ പിന്നെ സത്യമായതിനെ കളവാക്കുന്നതിലേക്കെത്തും. നമ്മളൊരു സത്യത്തെ സത്യമായി അംഗീകരിക്കുന്ന ഒരു കളവിനെ കളവായി നമ്മൾ തിരസ്കരിക്കുന്നത് എപ്പോഴാണ്? സിദ്ഖ് എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മൾ നിൽക്കുമ്പോഴാണ്. ആ കറക്റ്റ്നെസ് നമുക്കുണ്ടാകുമ്പോഴാണ്, സിദ്ഖ് എന്ന് പറയുന്ന കറക്റ്റ്നെസ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ സിദ്ഖിനെ സിദ്ഖായിട്ട്, സത്യത്തെ സത്യമായിട്ട് അംഗീകരിക്കുള്ളൂ. കളവിനെ കളവായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുകയും അതിനെ നിരാകരിക്കുകയും ചെയ്യുള്ളൂ. മറിച്ച് നമ്മുടെ മനസ്സിലുള്ള സിദ്ഖങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ, കെദിബ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ഖിനെ സിദ്ഖായി അംഗീകരിക്കൂല, അതിനെ നമ്മൾ കള്ളത്തരാക്കും. കള്ളത്തരത്തെ കളവായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യൂല. കള്ളത്തരം ഇവിടെ സൗകര്യം വിചാരിച്ചിട്ട് അതിന്റെ ഒപ്പം നീന്താൻ നോക്കും. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. ബൽ കദ്ദബൂ ബിൽ ഹഖ്. അവര് സിദ്ഖിൽ നിന്ന് കെദിബിലേക്ക് പോയി. കെദിബിലേക്ക് പോയപ്പോൾ ഹക്ക് വന്നപ്പോൾ ആ ഹക്കിനെ അവർ കളവാക്കുകയും ചെയ്തു. ലമ്മാ ജാഅഹും, ആ സിദ്ഖ്, ആ ഹക്ക് അവർക്ക് വന്നപ്പോൾ ഫഹും ഫി അംരി മരീസ്. ഇത് ഇനിയാണ് ബന്ധിപ്പിക്കേണ്ടത്. ഇനിയാണ് അതിന്റെ ആ ആശയത്തിന്റെ മനോഹാരിത. കെദിബ് എന്ന് പറയുന്നത് അതിന്റെ മുത്തലാസിമത്താണ്. അതിൽ നിന്ന് വേർപിരിയാതെ അതിന്റെ ഒപ്പം നിൽക്കുന്ന അതിന്റെ പ്രകടനങ്ങളാണ്, അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്, അതിന്റെ സിംറ്റംസ് ആണ്. എന്ത് ഈ മരീജ് എന്ന് പറയുന്നത്? മരീജ് എന്ന് പറഞ്ഞാൽ കൂടിക്കലരുക എന്നുള്ളതാണ്. അൽ-ഇഖ്തിലാത്ത് വൽ-ഇൽത്തിറാബ്. ഇൽത്തിറാബിനാണ്, ഇഖ്തിലാത്തിനാണ്, ഇഖ്തിലാഫിനാണ് മരീജ് എന്ന് പറയാം. കൂടിക്കുഴഞ്ഞു കിടക്കുക. ഒരാള് അടുക്കൽ ഒരു വിഷയം നിങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ കൂട്ടിക്കലർത്തി നൂഡിൽ വെച്ച മാതിരിയാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ വിട്ടേക്കും.
എന്താ വിഷയത്തിന്റെ പ്രശ്നം? അയാൾക്ക് വുളൂഹില്ല. വുളൂഹില്ലാത്തത് കൊണ്ടാണ് അയാൾ ഇങ്ങനെ ഈ നൂഡിൽ മാതിരി കുഴച്ച് മറിച്ച് നിൽക്കുന്നത്. വേറിച്ച് അയാൾക്ക് പറയാൻ പറ്റാത്തത് അയാൾക്ക് വുളൂഹില്ല. വുളൂഹ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വുളൂഹ് ഉണ്ടാകണമെങ്കിൽ സിദ്ഖ് അവിടെ അതേമാതിരി നിൽക്കണം. അപ്പോ ഇന്നത് 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 ഇന്നത്. വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. മുജ്രിമീങ്ങളുടെ വഴി ഏതാണോ അത് ഇന്നത് മുജ്രിമീങ്ങളെ വഴി, ഇന്നത് മുഅ്മിനീങ്ങളെ വഴി. മുഅ്മിനീങ്ങളെ വഴി അത് വേറെ തന്നെ പറയാൻ പറ്റണം, കാണണം. അതിന്റെ മആലിമുകൾ വ്യക്തമാണ്. അല്ലാത്ത വഴികളെല്ലാം അത് മുജ്രിമീങ്ങളുടെ വഴി. അത് ഒരാൾ നശിക്കുകയാണെങ്കിൽ അൻബയ്യന, വ്യക്തമായി അയാൾ വ്യക്തതയോടുകൂടി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകണം. ഒരാൾ സത്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ കൈന്റെ വ്യക്തത ഉണ്ടാകും. സിദ്ഖും ഹക്കുണ്ടോ വ്യക്തത അതിന്റെ കൂടെ നിർബന്ധമാണ്. സിദ്ഖ് പോയിട്ടുണ്ടെങ്കിൽ, ഹക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുക്കൽ വ്യക്തത ഉണ്ടാകൂല. അയാളുടെ കാര്യങ്ങൾ ഫീ ഇൽത്തിറാബ് വഫീ ഇഖ്തിലാത്ത് വഫീ ഇഖ്തിലാഫ് വഹാലത്തുൽ മരീജ്. അത് മരീജത്തായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ട് വുളൂഹ് എന്ന് പറയുന്നത് അത് മിൻ അബ്റസി സിമാത്തി അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്ന വൽ ജമാഅന്റെ ഫീച്ചേഴ്സിൽ, അവരുടെ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും പ്രകടമായ ഒരു സ്വഭാവ ഗുണമാണ് അവർക്ക് രാത്രി രാത്രി പകല് പകലുമായിരിക്കും. അൽ ഹലാൽ ബയ്യിൻ വൽ ഹറാം ബയ്യിൻ. അത് വക തിരിച്ച് അവർ പോകുള്ളൂ. എല്ലാറ്റിനും കൂടി കൂട്ടിക്കെട്ടണ പരിപാടി ഉണ്ടാവില്ല. തെങ്ങിനും കവുങ്ങിനും കൂടി ഒരു തളപ്പണം കെട്ടിയിട്ട് കയറാൻ അഹ്ലുസുന്ന നിൽക്കുന്ന പ്രശ്നമല്ല. ഓരോന്നിനും ഓരോന്നനുസരിച്ചിട്ടാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഷിർക്കും ഒരേ മാതിരിയല്ല. കുഫർ എന്ന് പറഞ്ഞാൽ എല്ലാ കുഫറും ഒരേ മാതിരിയല്ല. ഫിസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഫിസ്കും ഒരേ മാതിരിയല്ല. അതേമാതിരി ഓരോന്നിനുള്ള കുഫറാണെങ്കിൽ തന്നെ വലിയ കുഫറുണ്ടാകും, മുഖ്രിജും മിനൽ മില്ല. നമ്മളെ ഇസ്ലാമിന്റെ ഫോൾഡറിൽ നിന്ന് പുറത്തേക്ക് നമ്മളെ തള്ളി വിടുന്ന തരത്തിലുള്ള കുഫറുണ്ടാകും. എന്നാൽ കുഫർ ദൂര കുഫർ, ചെറിയ കുഫറുണ്ടാകും. രണ്ടിനും ഒരേമാതിരി കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റൂല. ഓരോന്നും അതിന് മുജാസഫത്ത് ഉണ്ടാവില്ല, അതിന് ശതത്ത് ഉണ്ടാവില്ല. അവരുടെ കാര്യം വളരെ വ്യക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ വുളൂഹ് എന്ന് പറയുന്നത് മിൻ അബ്റസി സിമാത്തി അഹ്ലിൽ ഹഖ്. അതേ സന്ദർഭത്തിൽ കാര്യങ്ങൾ മുഖ്തലിത്താകുക, മുൽത്തരിബാകുക, മുഖ്തലിഫാകുക. ഇന്നഹും ലഫീ ഖൗലിൻ മുഖ്തലിഫ്. അസത്യത്തിന്റെ ആളുകളെ കുറിച്ചിട്ട് അള്ളാഹ് തന്നെയാണ് പറഞ്ഞത്. അവർ ഒന്നിങ്ങോട്ട് പറയും, ഒന്നിങ്ങോട്ട് പറയും. അസത്യത്തിന്റെ ആളുകൾ, കുഫറിന്റെ ആളുകളെ നിങ്ങൾ എടുത്തു നോക്കി, അവരുടെ അഖ്വാലുകളെല്ലാം ഒന്നാവില്ല. ഒരാളിങ്ങനെ പറയും, ഒരാളിങ്ങനെ പറയും. ഒരു വിഷയത്തില് ഒരു ക്ലിയർ കട്ടില് ഒറ്റ വാക്ക് പറയാൻ പറ്റുക ആർക്ക് മാത്രമേ പറ്റുള്ളൂ? അത് ഹക്കിന്റെ ആളുകൾക്കേ പറ്റുള്ളൂ. കാരണം അൽ ഹഖ് വാഹിദ്. ഹക്ക് എന്ന് പറഞ്ഞ വാഹിദ് ഔഹദ്, ഒറ്റൊന്നാണ്. അപ്പൊ ഇതിൽ രണ്ടാമത്തെ വർത്താനത്തിന് അവിടെ വഴിയില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുതഅദ്ദിദ, ഒന്നല്ല പലതാണ്, മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് ഒരുത്തൻ ഇങ്ങനെ പറയും, ഒരുത്തൻ അങ്ങനെ പറയും, ഒരുത്തൻ ഇപ്പൊ ഇങ്ങനെ പറയും, നാളെ വേറൊരു കോലത്ത് പറയും. അവന്റെ കാര്യം അത് മുഖ്തലിത്താണ്. അതുകൊണ്ട് അവഹും ഫി അംരിൻ മരീജ്, അവര് അമ്രും മരീജിലാണ്. ഇത് വേർതിരിക്കണ്ട, നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണ്ട. വല്ലപ്പോഴും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, വുളൂഹിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അത് അത്രയും പറഞ്ഞാൽ പോരാ. അതിൽ കൂടുതൽ പറയപ്പെടണം, അതിൽ കൂടുതൽ നമ്മൾ പഠിക്കണം, അതിൽ കൂടുതൽ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഹക്കാണോ അതിൽ വുളൂഹ് നിർബന്ധമാണ്. ബാത്തിലാണോ അത് മരീജാകുക എന്നുള്ളത് അത് ലിസാമൻ നമുക്ക് തള്ളാൻ പറ്റൂല, ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാത്തിലിന്റെ ആളുകൾ അവരെപ്പോഴും ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് നൂഡിൽസ് ഉണ്ടാക്കലാണ് വല്ല പണി ഉണ്ടാക്കുക. ഹക്കിന്റെ ആളുകൾ അത് വകതിരിക്കും. ഇത് അതിലേക്കിട്, ഇത് ഇതിലേക്കിട്, ഇത് അതിലേക്കിട്, അത് ഇതിലേക്കിട്. ഗ്രേ സോൺ ഇല്ലെന്നെ, ബ്ലാക്ക് ബ്ലാക്ക്, വൈറ്റ് വൈറ്റ്, അങ്ങനെ. ആ ആയത്ത് അത് ഒന്നുകൂടി നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. ബൽ കദ്ദബൂ ബിൽ ഹഖ്, മറിച്ച് അവരെന്ത് ചെയ്തു? അവിടെ കദ്ദബൂ എന്ന് പറയുന്നതിന്റെ അർത്ഥതാണ് അവര് ജീവിതത്തിൽ സിദ്ഖിനെ കൈവിട്ടപ്പോൾ അവർക്ക് സിദ്ഖിനെ ഹക്ക് വരുമ്പോൾ അതിനെ ഹക്കായിട്ട് കാണാനും അതിനെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവില്ല. ബാത്തിൽ കാണുമ്പോൾ അതിനെ ബാത്തിലായി മനസ്സിലാക്കാനും അതിനെ നിരാകരിക്കാനുള്ള ഒരു ഉൾക്കരുത്ത്, ഒരു ആത്മബലം അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർ സിദ്ഖിനെ കളവാണ്.
അപ്പൊ പിന്നെ സിദ്ഖ് കൈവിട്ടതോടുകൂടി കെദിബ് വന്നു. കെദിബ് അവരുടെ മൂലധനമാകുമ്പോൾ ഹക്കിനെ കാണുമ്പോൾ ഹക്കിനെ കളവാക്കും. അങ്ങനെ ഹക്കിനെ കൈവിട്ട ആളുടെ അവസ്ഥ എല്ലാ വിഷയത്തിലും അയാളുടെ കാര്യം കൂടിക്കൊഴഞ്ഞ് കുഴാമറിഞ്ഞ് കിടക്കുന്നതായിരിക്കും. മുലമ്മാജാഹും അവരതിനെ കളവാക്കി ഫഹും ഫി അംരിൻ മരീജ്, ഫഹും ഫി അംരിൻ മരീജ്, അവര് ഹക്കിന്റെ ആളുകളല്ലാത്തത് കൊണ്ട് അവർ ഫി ഖൗലിൻ മുഖ്തലിഫ്, അവർ ഖൗലിൻ മുഖ്തലിഫ്, അവർ ഇഖ്തിറാബിലാണ്, അവർ ഇഖ്തിലാഫിലാണ്, അവർ മരീജായ അവസ്ഥയിലാണ്. അവർക്ക് വുളൂഹ് എന്നുള്ളതില്ല. വുളൂഹ് എന്നുള്ളത് മിൻ അബ്റസി സിമാത്തി അഹ്ലിൽ ഹഖ്. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.